വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്ന് ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതിക്ക് ആവശ്യമായിട്ട് ഉരുളങ്കിഴങ്ങും ചിക്കനൊക്കെ പടക്ക കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പം ഞാൻ നോമ്പിൻ്റെ മുന്നേ കുറേ മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പം ഞാൻ ഇടാൻ കുറച്ച് ലേറ്റ് ആയതാണ്. അപ്പോൾ എന്നും ഇടണമെന്ന് വിചാരിക്കുമ്പോൾ മടി കാരണം ഇടലില്ല. അപ്പോൾ അതിക്ക് ആവശ്യമായിട്ടുള്ള ഞാൻ ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് അത് വേവിക്കാൻ വെച്ച് കുക്കറിൽ. അങ്ങനെ പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള സവാളയും പിന്നെ പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങൾ ഉള്ളിയൊക്കെ അതൊക്കെ ഞാൻ അരിഞ്ഞിട്ട് ഒക്കെ റെഡിയാക്കി അത് വെച്ചിക്കണേ. അങ്ങനെ ചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിക്കണേ. അങ്ങനെ പിന്നെ ചട്ടി ചൂടായതിന് ശേഷം എണ്ണയൊക്കെ ഒഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ ചിക്കൻ ലേശം എടുത്തിട്ട് മിക്സി ഇട്ടിട്ട് ഒന്ന് കറക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള സവാളയും പച്ചമുളകൊക്കെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഞാൻ എന്താണ് വെളിച്ചെണ്ണ ഒഴിച്ച ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം. അങ്ങനെ പിന്നെ ഉരുളങ്കിഴങ്ങ് തൊലിച്ചിട്ടില്ല. അപ്പോൾ അതായി വെച്ചിക്കണം. അപ്പോൾ തൊലിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞാനിനി വേഗം എണ്ണ ഒഴിച്ചങ്ങാണ്ട് വേഗം ഉള്ളി വാടാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് പിന്നെ ബാക്കി പണിക്ക് പോകാൻ വെച്ചിട്ട് അങ്ങനെ നിന്നതാണ്. അങ്ങനെ ഓരോരോ പണി അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ചിക്കൻ മിക്സ് ഇട്ട് കണ്ടൊന്ന് ഒരു കറക്കി അവിടെ വെച്ചിക്കണം. അങ്ങനെ സവാള അതിൽ ഇട്ട് കൊടുത്തിട്ട് വഴറ്റുന്നുണ്ട്. അങ്ങനെ ഉരുളങ്കിഴങ്ങ് തൊലിച്ചിട്ട് അതിക്ക് ആവശ്യമായിട്ടുള്ള ഞാൻ അവിടെ മാറ്റി വെച്ചിക്കണം. പിന്നെ ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിക്ക് ആവശ്യമായിട്ടുള്ള. അങ്ങനെ പിന്നെ ഞാൻ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തെങ്ങാണ്ട് അവിടെ വേറെ പണിക്കെന്തിനോ പൊയ്ക്കണം എന്തോന്ന്. പിന്നെ ഞാനതൊക്കെ നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് തീ കൂട്ടി പോകാനൊന്നും നിൽക്കണം. ഇതിൻ്റെയൊക്കെ ഒന്നൊരു തീ കൂട്ടിപ്പോയിട്ട് ഒന്ന് അടിയിലൊക്കെ പിടിച്ചിക്കണം. അങ്ങനെ പിന്നെ ഞാൻ വേഗം അതിക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ ഞാൻ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിക്ക് ആവശ്യമായിട്ടുള്ള ഉരുളങ്കിഴങ്ങൊക്കെ റെഡിയാക്കിങ്ങാണ്ട് ഉടച്ചിട്ട് അവിടെ വെച്ചിക്കണേ. അങ്ങനെ പിന്നെ അതിക്ക് ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ ലേശം ചിക്കൻ മസാലപ്പൊടിയും പിന്നെ ഇതൊക്കെ പാടെ ഇട്ട് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്യണം. അപ്പോൾ പച്ചമുളക് വന്നിട്ടാണ് പിന്നെ ഗരം മസാലൻ്റെ പൊടിയൊക്കെ പാടക്കെട്ടെടുത്ത് നല്ല മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് പച്ചമുളകൊക്കെ ഇടാൻ പറ്റുള്ളൂ. കാരണം മക്കളൊക്കെ തിന്നണതല്ല അപ്പം പേടിയാണ്. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്ത് അതൊക്കെ നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു ദിവസം ഇതേപോലെ മക്കൾ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്ത് അതൊക്കെ നല്ല മിക്സ് ചെയ്ത് ഉള്ളിയും ഇതൊക്കെ മിക്സ് ചെയ്ത്. അപ്പം ഇനി ലോങ് വീഡിയോ ഒക്കെ ഇടാൻ ഞാൻ ശ്രമിക്കാം. പക്ഷേ എല്ലാവരും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക, ലൈക്കൊക്കെ അടിക്കുക, പിന്നെ കമൻറ്റ് എന്തെങ്കിലുമൊക്കെ എഴുതി അറിയിക്കുകയൊക്കെ ചെയ്യുക. എന്നാലേ വീഡിയോ ഒക്കെ ഇടാനൊരു മൂഡ് ഉണ്ടാവുള്ളൂ. അപ്പം പിന്നെ ലേശം കറിവേപ്പിലയും പിന്നെ അതുപോലെ ചപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒന്ന് ഇതായതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഉരുളങ്കിഴങ്ങ് ഇടാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഉരുളങ്കിഴങ്ങ് ഇടുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന രീതി പല മോഡലിലും ആവും. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ഉരുളങ്കിഴങ്ങും ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്ത് അങ്ങനെ പിന്നെ ഞാൻ ലേശം അതിന് മേലെ ചപ്പൊക്കെ വിതറി കൊടുത്ത്. അങ്ങനെ ഇവിടെ ചപ്പ് ഓവർ ഇഷ്ടമല്ല. അപ്പം ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. കുറച്ച് അതന്നെ ധാരാളമാണ് എന്നാലും. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്ത് അതൊക്കെ നല്ല മിക്സ് ചെയ്തിങ്ങാണ്ട് റെഡിയാക്കി വെച്ച്. അങ്ങനെ ഇനി ചൂടാറിയതിന് ശേഷം റെഡിയാക്കാൻ വെച്ച്. അങ്ങനെ ഞാൻ ബ്രെഡ് പൊടിച്ച് വെച്ചിരിക്കണേ. പിന്നെ ഞാൻ മുട്ട എടുക്കലില്ല, കാരണം അത് കാണാൻ അങ്ങോട്ട് പാത പൊന്നുന്നു. അപ്പോൾ കാരണം ഞാൻ മുട്ട എടുക്കാതെ മൈദ കലക്കിങ്ങാണ്ട് ഇതാക്കിയിട്ട് ഇതിങ്ങനെ ഇതാക്കി എടുക്കലാണ്. എല്ലാവരും എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നും ഇങ്ങനെ അറിയില്ല. ചിലർ മുട്ടയിൽ പിന്നെ ഞാൻ ലേശം വെളിച്ചെണ്ണയൊക്കെ ചൂടായി. അങ്ങനെ ചൂടായതിന് ശേഷം ഓരോന്നെടുത്ത് പൊരിക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് എഴുതി കമൻറ്റിലൊക്കെ എഴുതി അറിയിക്കുകയൊക്കെ ചെയ്യുക. ഇനി റംസാനൊക്കെ അല്ലേ വരുന്നേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ. അങ്ങനെ പിന്നെ വീഡിയോ കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.